തിരുവനന്തപുരം കഠിനംകുളത്ത് ഭൂമാഫിയയുടെ കായൽ കയ്യേറ്റത്തിൽ നോക്കുകുത്തിയായി സർക്കാർ സംവിധാനങ്ങൾ. രാത്രികാലങ്ങളിലാണ് കായൽ മണ്ണിട്ട് നികത്തുന്നത്. ഏക്കർ കണക്കിന് കായൽ ഭൂമാഫിയ മണ്ണിട്ട് നികത്തിയിട്ടും നടപടിയെടുക്കാതെ അധികൃത. നടപടി പേരിന് മാത്രമെന്ന് നാട്ടുകാരുടെ ആക്ഷേപം. കഠിനംകുളം വില്ലേജും വേലൂർ വില്ലേജുമായി വ്യാപിച്ചു കിടക്കുന്ന കായലാണ് ഭൂമാഫിയ മണ്ണിട്ട് നികത്തുന്നത്. രാത്രിയുടെ മറവിൽ ഏക്കർ കണക്കിന് കായൽ പ്രദേശം മണ്ണിട്ട് നികത്തി കഴിഞ്ഞു. ഇവിടെ പോലീസ് വന്നിട്ട് ഞങ്ങളിവിടെ ഒരുക്ക ബ്ലോക്ക് ചെയ്താണ് ഈ മറ്റേ ഇവിടെ നിന്ന് JCB ഇറങ്ങാതിരിക്കാനായിട്ട്. JCB ഞങ്ങളിവിടെ ഈ ഗേറ്റ് ബ്ലോക്ക് ചെയ്തപ്പോൾ പോലീസിൻ്റെ നേതൃത്വത്തിലാണ് അന്ന് ആ വണ്ടി വിട്ടുകൊടുത്തത്. അതിൻ്റെ വിഷ്വൽ നമ്മളെടുത്തുണ്ട്. ഇപ്പോൾ ഒരിക്കലും ഇല്ല. നമ്മുടെ ഇവിടെ വണ്ടി വന്ന് തടഞ്ഞു നിർത്തിയപ്പോൾ JCB ഇവിടെ നിമത്തിക്കൊണ്ട് നമ്മൾ തടഞ്ഞു നിർത്തിയപ്പോഴത്തേക്ക് ആ വണ്ടി പോലീസിനെ വിളിച്ചു വരുത്തി നമ്മളെ ഉപദ്രവിക്കാൻ വന്ന് പോലീസ് വന്ന JCB വിട്ടുകൊടുത്ത സംഭവം ഇവിടെ നടന്നത്. സർക്കാരിൻ്റെ പരാതികളെല്ലാം ശരിക്കും കൊടുത്തു. ഇവിടെ പോലീസ് വന്നു, അടിയായി, പോലീസ് നോക്കിക്കൊണ്ട് വന്ന് പ്രശ്നങ്ങളായി. ഉടനെ ഇത് ഇത്രയും ഭാഗങ്ങൾ നികത്തിയെടുത്ത് ഈ നിസാം എന്ന് പറഞ്ഞ ആളാണ് ഇത് നികത്തിയത്. നിസാം എന്ന് പറഞ്ഞ ടീമാണ്. ഒപ്പം സർക്കാർ പുറമ്പോക്ക് ഭൂമിയും കയ്യേറുന്നുണ്ട്. ഭൂമാഫിയയ്ക്ക് മുന്നിൽ അധികൃതർ നോക്കുകുത്തിയാകുകയാണെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. നിരവധി പരാതികൾ നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും ഇവർ പറയുന്നു. അപ്പോൾ ഇത് ഭൂമാഫിയകൾ എല്ലാവരും കൂടെ ചേർന്ന് നികത്തിക്കൊണ്ടിരിക്കുക റിസോർട്ട് കെട്ടാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് അത് ഇവർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അധികാരികളൊന്നും ആരും വരാറില്ല. കാര്യം എല്ലാവരും പൈസ കൊടുത്ത് എല്ലാവരെയും ഒതുക്കി നിർത്തിയൊക്കെയാണ്. പോലീസായിരുന്നാലും വില്ലേജ് ആയിരുന്നാലും പഞ്ചായത്തായിരുന്നാലും ആരും വരാറില്ല ഇങ്ങോട്ട്. വരാതിരിക്കാൻ ഇത് ഒരു ഒഴിഞ്ഞ സ്ഥലമാണ്. അപ്പോൾ ജനവാസം വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ആർക്കും അറിയില്ല. ഇപ്പോൾ നമ്മൾ നാട്ടുകാരെല്ലാം കൂടെ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ആൾക്കാർ വന്നപ്പോൾ ഓരോരുത്തർ വന്ന് കാണുമ്പോൾ തന്നെ അവർക്ക് അന്തം വിട്ട് നോക്കണം, അയ്യോ ഇങ്ങനെ ഇവിടെ സംഭവിച്ചോ എന്നുള്ളത്. ഓരോ ദിവസം പിന്നിടുമ്പോഴും കായൽ കരയാവുകയാണ്. ഇങ്ങനെ പോയാൽ ഈ കായൽ ജനങ്ങളുടെ ഓർമ്മയായി മാറാൻ അധികകാലം വേണ്ടിവരില്ല. വിവിനീഷ്, ജനം, തിരുവനന്തപുരം.